ക്രിക്കറ്റിന്റെ മക്കയായ ലോർഡ്സ് മൈതാനത്ത് രോഹിത് ശർമ്മയുടെ ഉജ്ജ്വല സെഞ്ചുറിയും വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ എന്നിവരുടെ തകർപ്പൻ പ്രകടനങ്ങളും പിറന്നിട്ടും മൂന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനോട് 27 റൺസിന് തോറ്റ് പരമ്പര കൈവിട്ടിരിക്കുകയാണ് ഇന്ത്യ. 388 റൺസ് എന്ന അവിശ്വസനീയമായ വിജയലക്ഷ്യം പിന്തുടർന്ന് 360 എന്ന ഭീമൻ സ്കോർ പടുത്തുയർത്തി ഇന്ത്യ ആഞ്ഞു പിടിച്ചെങ്കിലും തോൽവി ഒഴിവാക്കാനായില്ല. രോഹിത് ശർമ്മയും മുൻനിര ബാറ്റർമാരും തങ്ങളുടെ ചോരയും നീരും നൽകി പൊരുതിയപ്പോൾ ഇന്ത്യൻ ബൗളർമാർ അച്ചടക്കമില്ലാതെ റൺസ് വാരിക്കോരി നൽകിയതാണ് തിരിച്ചടിയായത്. നിർണായകമായ ഈ മത്സരത്തിൽ ഇന്ത്യ വരുത്തിവെച്ച 3 വലിയ അബദ്ധങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് കായിക ലോകം. മത്സരത്തിന് തൊട്ടു മുമ്പ് നടന്ന ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാന പേസ് കുന്തമുന ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ നിർണായകമായ മത്സരത്തിനിറങ്ങിയത്. ബുംറയുടെ അഭാവം ഇന്ത്യൻ ബൗളിംഗ് യൂണിറ്റിന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്തു കളയുന്ന കാഴ്ചയാണ് ലോർഡ്സിൽ കണ്ടത്. അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ എന്നിവരടങ്ങിയ ഇന്ത്യയുടെ യുവ പേസ് നിരയ്ക്ക് ഇംഗ്ലണ്ട് ഓപ്പണർമാരിൽ യാതൊരുവിധ ഭയവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദ്യ വിക്കറ്റിൽ ബെൻഡക്കും ഇംഗ്ലീഷ് ഓപ്പണിംഗ് പങ്കാളിയും ചേർന്ന് 30 ഒരു ഓവറിൽ 192 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇംഗ്ലണ്ടിന്റെ റണ്ണൊഴുക്ക് തടയാൻ വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷനായ ഇടങ്കയൻ സ്പിന്നർ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്താതിരുന്നതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. ബുംറയുടെ ആനുകൂല്യം ലഭിച്ചില്ല. ജസ്പ്രീത് ബുംറ കളത്തിലുണ്ടാകുമ്പോൾ എതിരാളികൾ അദ്ദേഹത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും മറ്റു ബൗളർമാർക്കെതിരെ അനാവശ്യമായ ഷോട്ടുകൾക്ക് മുതിർന്ന് വിക്കറ്റ് പാഴാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ബുംറ ഇല്ലാത്ത ബൗളിംഗ് ലൈനപ്പിനെതിരെ ഇംഗ്ലീഷ് ബാറ്റർമാർ ആക്രമിച്ചു കളിച്ച് തുടക്കം മുതലേ മേൽക്കൈ നേടി. ആദ്യ 30 ഓവറുകളിൽ വിക്കറ്റുകൾ ലഭിച്ചെങ്കിലും ഇംഗ്ലീഷ് ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ കൃത്യത പാലിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാമായിരുന്നു. എന്നാൽ ഡെത്ത് ഓവറുകളിൽ പന്ത് എവിടെ എറിയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ബൗളിംഗ് നിരയാണ് കാണാൻ കഴിഞ്ഞത്. 45 ഓവറിൽ 305 റൺസും 2 വിക്കറ്റും എന്ന മികച്ച നിലയിലായിരുന്നു ഇംഗ്ലണ്ടിനെ 340-ൽ ഒതുക്കാമായിരുന്ന സ്ഥാനത്താണ് ഇന്ത്യ റൺസ് വാരിയെറിഞ്ഞത്. അവസാന 5 ഓവറുകളിൽ മാത്രം 82 റൺസാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ അടിച്ചു പറത്തിയത്. യുവ പേസർ ഗുർനൂർ ബ്രാർ തന്റെ ഒരു ഓവറിൽ മാത്രം 23 റൺസാണ് വിട്ടുകൊടുത്തത്. പ്രസിദ്ധും പ്രിൻസും തകർന്നു. പ്രസിദ്ധ് കൃഷ്ണ ഒരു ഓവറിൽ 23 റൺസും പ്രിൻസ് യാദവ് മത്സരത്തിലെ അവസാന ഓവറിൽ 16 റൺസും വിട്ടുകൊടുത്തു. ജോസ് ബട്ട്ലറുടെ അറ്റാക്കിംഗ് ബാറ്റിംഗിന് മുന്നിൽ കൃത്യമായ യോർക്കറുകളോ വേരിയേഷനുകളോ എറിയാൻ സാധിക്കാതെ ഇന്ത്യൻ പേസർമാർ പൂർണ്ണമായും കീഴടങ്ങി. ഈ അവസാന ഓവറുകളിലെ അധിക റൺസാണ് ഇന്ത്യയുടെ വിജയവും തോൽവിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായി മാറിയത്. 388 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം മുന്നിൽ കണ്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്ന് 147 റൺസിന്റെ തകർപ്പൻ തുടക്കമാണ് നൽകിയത്. വിരാട് കോഹ്ലിയും ചേർന്ന് ആഞ്ഞടിച്ചതോടെ ഇന്ത്യ കളി ജയിക്കുമെന്ന പ്രതീതി ഉണ്ടായതാണ്. എന്നാൽ 138 റൺസ് നേടി രോഹിത് ശർമ്മ പുറത്തായതിനു പിന്നാലെ ഇന്ത്യയുടെ മധ്യനിര തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇംഗ്ലീഷ് ഇടങ്കയൻ പേസർ സാം കറന്റെ സ്ലോവർ ബോളുകൾക്ക് അച്ചടക്കമുള്ള വേരിയേഷനുകൾക്ക് മുന്നിൽ ഇന്ത്യൻ മധ്യനിരക്ക് ഉത്തരമില്ലായിരുന്നു. വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും കൃത്യമായ മാച്ച് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വിക്കറ്റ് എറിഞ്ഞുകൊടുത്തു. ഗ്രീസിൽ നിലയുറപ്പിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്ന വിരാട് കോഹ്ലിയെയും അസ്കർ പട്ടേലിനെയും കൃത്യമായ തന്ത്രത്തിലൂടെ സാം കറൻ പുറത്താക്കിയതോടെ ഇന്ത്യയുടെ എല്ലാ ജയപ്രതീക്ഷകളും പൂർണ്ണമായും അവസാനിച്ചു. 388 റൺസ് പിന്തുടർന്ന 360 റൺസ് വരെ എത്തിയത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ അവിശ്വസനീയമായ കരുത്ത് തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ബൗളിംഗിലെ പരിചയസമ്പന്നതയുടെ കുറവും ഡെത്ത് ഓവറുകളിലെ ആസൂത്രണമില്ലായ്മയും ഇന്ത്യക്ക് വൻ തിരിച്ചടിയായി. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്ക് മുൻപിൽ ഡെത്ത് ഓവറുകൾ ബൗളിംഗിലെ ഇത്തരം വൻ പിഴകൾ തിരുത്തിയില്ലെങ്കിൽ ടീം ഇന്ത്യക്ക് അത് വലിയ വില നൽകേണ്ടി വരും. ലോർഡ്സ് ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽക്കാൻ കാരണം ബൗളർമാരുടെ പ്രകടനമാണോ അതോ മധ്യനിരയുടെ തകർച്ചയാണോ? ജസ്പ്രീത് ബുംറയില്ലാത്ത ഇന്ത്യൻ ബൗളിംഗ് ആക്രമണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.